ജ്യൂസിൻ്റെ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് എൻ്റെ പുതിന ഇല നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പുതിന ഇലയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരുപാടുണ്ട്. അപ്പോൾ ഇത്രയും പുതിന നമുക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ഡെയിലി ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. എന്നാൽ പിന്നെ വിചാരിച്ചു നമുക്ക് ഡെയിലി ജ്യൂസ് കുടിക്കാം. പുതിന ജ്യൂസ് നല്ല ഹെൽത്തി ജ്യൂസാണ്. ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരൊറ്റ ജ്യൂസ് മതി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പവർ ജ്യൂസാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. നിറയെ ഉണ്ട് കേട്ടോ പുതിന. ഒരു ചെടി ഒന്ന് പിടിച്ചാൽ മതി, പടർന്ന് ഞാനിത് നിറയായിട്ട് പറിച്ച് കളയുക ചെയ്യുന്നത്. എൻ്റെ ഈ അയൽവക്കത്തുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നടാൻ. എല്ലാവരും വന്ന് എൻ്റെ വീട്ടിൽ ചോദിക്കുമ്പോൾ ഞാൻ ചെടി അടക്കം പറിച്ചു കൊടുക്കും കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലായിടത്തും ഇവിടെ ഫുൾ ഈ ഏരിയ ഫുള്ള് പുതിന ഇലയുണ്ട്. ആദ്യം തന്നെ നമുക്ക് പുതിന ഇലയൊക്കെ പറിച്ചു വരാം. അപ്പം ഞാൻ രാവിലെ പുതിന ഇല പറിക്കാൻ പോയി. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിൽ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമാണ് പുതിന ഇല ജ്യൂസ്. അത് ഞാനൊരു വീഡിയോയിൽ കാണിക്കാം എന്ന് പറഞ്ഞു വന്നാൽ പിന്നെ അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇതും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോൾ പുതിന ഇലയുടെ ജ്യൂസ് കാണിക്കുന്നത് വീഡിയോ എടുത്തതാണ്. എന്നാൽ പിന്നെ അത് മാത്രമായിട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നല്ല ഫ്രഷായ പുതിന ഇല നമ്മളെപ്പോഴാണോ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ പോയി പറിച്ചിട്ട് വരും. അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് യൂസ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിറയെ ഉണ്ടല്ലോ, വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഫ്രഷ് പുതിന ഇല പറിച്ചു കൊണ്ടുവന്നു. എൻ്റെ ചെടിയുടെ കൂടെ തന്നെ വളർന്നു വരികയാണ് ശംഖുപുഷ്പം. ഇന്ന് നിറയെ പൂ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരിക്കൽ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസിൻ്റെ കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. പൂവൊക്കെ കുറച്ച് നിറയെ പൂക്കട്ടെ കേട്ടോ. ഇപ്പോൾ ചെറിയ ചെടി നട്ടിട്ടേ ഉള്ളൂ, ഒക്കെ തെയ്ത്ത് വരുന്നേ ഉള്ളൂ. ചില സമയത്തെ എത്ര പൂവ് ഇതാണെന്നുള്ളൂ. അപ്പോൾ നമുക്ക് പുതിന ജ്യൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കരിയാപ്പില, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ബീട്രൂട്ട് ഒരു ചെറുത്, ഒരു ക്യാരറ്റ് വേണം. പിന്നെ നമുക്ക് ഒരു 5 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് 3 ഗ്ലാസ് ഉണ്ടാക്കാനാണ്, അതുകൊണ്ട് 5 നെല്ലിക്ക എടുത്തു. പിന്നെ മെയിൻ താരം പുതിന ഇല. ഇതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ബ്ലഡ് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. ക്യാരറ്റ് നിറം വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നെല്ലിക്കയിൽ വിറ്റാമിൻ സി ഒക്കെ ഉണ്ട്. പിന്നെ കരിയാപ്പിലയും നെല്ലിക്കയും ഒക്കെ മുടിക്കൊക്കെ നല്ലതാണ്, മുടി കൊഴിച്ചലിനും ഒക്കെ നല്ലതല്ലോ. ഇഞ്ചി അപ്പോൾ നമ്മുടെ ദഹനശക്തിക്കൊക്കെ പുതിന, ഇഞ്ചി, അപ്പോൾ എല്ലാം ഗുണങ്ങളേറിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പവർ പാക്കാണ്. അപ്പോൾ വയറൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ജ്യൂസ് ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് വന്ന് പറയണം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്കിനി ബീറ്റൊക്കെ ഒരു ചവർപ്പുണ്ടാവുമല്ലോ ചെറിയ, അപ്പോൾ ഈ നെല്ലിക്കയുടെ പുളിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം വെള്ളം ഇടാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ മധുരം അധികം കഴിക്കാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതിപ്പോൾ ബ്ലാക്ക് പെപ്പർ കുരുമുളക് പൊടിയാണ്. ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് ഗ്രൈൻഡിങ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. കാരണം ഇത് ചെറിയ ജ്യൂസറാണ്, ഇപ്പോൾ പുതിയത് വാങ്ങിയതാണ്. ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ജ്യൂസറാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ജ്യൂസറാണ്. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതോടെ തന്നെ കാണിക്കാം. ഗ്രൈൻഡിങ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കുന്നതാണ്. കാരണം 3 ഗ്ലാസ് ഇത് തികയില്ലല്ലോ, ഇതാകെ 1.5 ഗ്ലാസ് അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി വെള്ളം ചേർത്ത് അടിച്ചിട്ട് ഫുള്ള് ഞാൻ ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അതിന് മൂടിയൊക്കെ ഉണ്ട്, അതിലൂടെ അരിച്ചെടുക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ്. അല്ലാതെ ഞാൻ ചെയ്യുന്നത് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് ഒന്നും കൂടി കറക്കി എടുത്തിട്ട് വലിയ അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഈസി ആവും. ഇതാകുമ്പോൾ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ വീഴുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇതിൽ നല്ല അടിപൊളി പവർ ജ്യൂസാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കഴിക്കണം. ഹെൽത്തി ജ്യൂസാണ്. രാവിലെ വെറും വയറ്റിൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ ചായ കുടിയോ കാപ്പി കുടിയോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ വെറും വയറ്റിൽ രാവിലെ വന്നതും എൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതും ഞാൻ പുതിനയിലൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പവർ ജ്യൂസ് എന്ന് പറയാൻ കാരണം തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. അതുകൊണ്ടാണ് നെല്ലിക്കയുടെ ഗുണങ്ങൾ അറിയാം. ക്യാരറ്റ്, ബീട്രൂട്ട്, കരിവേപ്പില, ഇഞ്ചി എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പം അത് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം.
എല്ലാത്തിനും കൂടിയിട്ടാണ് ഈ ഒരൊറ്റ ജ്യൂസ് കുടിച്ചാൽ മതി. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഹെൽത്തി ജ്യൂസാണ്. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും കഴിച്ചാലും മതി. ഡെയിലി കുടിക്കുമ്പോൾ അതിൻ്റെ ആ ചവർപ്പ് രസമൊക്കെ മാറിക്കോളും. ഇപ്പം നമുക്ക് ശീലമായി. എൻ്റെ മോനൊക്കെ നല്ല ഈസി ആയി കുടിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.